അപ്പോഴേ ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക വെച്ചിട്ടൊരു ഐറ്റമാണ് പാവയ്ക്ക മിക്സർ. പാവയ്ക്ക പൊതുവേ കയ്പ്പ് കാരണം ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത്, അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു ക്രിസ്പ്നെസ്സിന് വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാവയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അതിനുശേഷം വേറെ കുറച്ച് ഐറ്റംസും കൂടി നമുക്ക് ഫ്രൈ ചെയ്യണം. അതായത് പച്ചമുളക്, കാഷ്യൂനട്ട്, കപ്പലണ്ടി, തേങ്ങാക്കൊത്ത്. നമ്മളിതിൽ ആദ്യം പച്ചമുളക് തന്നെ ഫ്രൈ ചെയ്യാൻ ഇടണം. കാരണം എങ്കിലേ മറ്റ് ഐറ്റംസിൽ മുളകിൻ്റെ ഒരു സ്പൈസിനെസ്സൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പം മുളക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കാഷ്യൂനട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടി ഫ്രൈ ചെയ്യണം കേട്ടോ. ഇതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ ചെറുതായിട്ട് ഫ്രൈ ആയി വരുമ്പം തന്നെ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, കാഷ്യൂ, കപ്പലണ്ടി, അതിൻ്റെ കൂടെ അത്യാവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മിക്സ് ആവും. ഒരുപാട് ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്നിട്ട് നമുക്കൊന്ന് ഇളക്കി ഇതാക്കി എടുക്കാം. അതും കോരി മാറ്റാം നമുക്ക് കേട്ടോ. ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഈ മറ്റ് ഐറ്റംസ് ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാം, ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാവും. Thank you for watching. Please subscribe my YouTube channel.